ഓ, ഞാനിത് ഡിലീറ്റ് ചെയ്യാം. പകരം നീ എനിക്കെന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം ഹരിയേട്ടാ. എന്റെ കയ്യിലുള്ള പൈസയും ഗോൾഡും എല്ലാം തരാം. ശരി, നീ കുറച്ച് കഴിയുമ്പോ എന്റെ റൂമിലേക്ക് വാ. അവിടെ വെച്ച് ഞാൻ പറയാം എന്നതാ വേണ്ടത്. ഹരിയേട്ടാ പ്ലീസ് ആരോടും പറയല്ലേ. ഇപ്പൊ ഞാൻ ആരോടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നീ ഒന്ന് അനുസരിക്ക്. ഞാൻ വിളിച്ച നീ വരുമെന്ന് എനിക്കറിയാം. കേറി വാ. ഹരിയേട്ടാ ആ ഫോണിൽ നിന്ന് അത് കളാ പ്ലീസ്. കളയാം. കളയില്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ശത്രുക്കളൊന്നും അല്ലല്ലോ. അതിപ്പൊ തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്യാ ഹരിയേട്ടാ. വെച്ചോണ്ടിരിക്കണ്ട. നീ ഇങ്ങ് കേറി വാ. നീ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നേ? തുറന്നിടണം. പറ, തുറന്നിടണമെങ്കിൽ ഇടാം. ആദ്യത്തെ ഡിലീറ്റ് ചെയ്ത് കളാ. ഓ, വാ, വാടി. ഡിലീറ്റ് ചെയ്യണം അല്ലേ? വേണം. എനിക്കെന്നാ തരും? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്യാഷോ ഗോൾഡോ എന്നാ വേണമെങ്കിലും തരാം. എനിക്കതൊന്നും പോരെങ്കിലോ? ഹരിയേട്ടാ ഇത് വെച്ച് മുതലെടുക്കാൻ നോക്കല്ലേ പ്ലീസ്. ദൈവം പോലും ക്ഷമിക്കില്ല. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോവാം. അതല്ലേ നല്ലത്? ഹരിയേട്ടാ എന്നോട് ഇങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ നമ്മള് രണ്ടുപേരും എന്നാ കുഴപ്പം? ആ മുടിയൻ തെണ്ടിയേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അല്ലേടി ഞാൻ. ആചാരപ്രകാരം നിന്റെ മുറച്ചെറുക്കാനല്ലേ ഞാൻ. എന്നാ കുഴപ്പം? നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടുകാർ കല്യാണം നടത്തി തരും. എനിക്ക് ഇഷ്ടമല്ല. അല്ലെന്ന് എനിക്കറിയാം. എനിക്കും നിന്നെ കേട്ടാ ഇഷ്ടമല്ല. എന്നെ ഇങ്ങനിട്ട് കളിപ്പിക്കല ഹരിയേട്ടാ പ്ലീസ്. ഈ ഹരിയേട്ട നല്ലവനാണോ? ഹരിയേട്ടൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് എന്നോട്. ഇതിപ്പോ ഞാൻ നിനക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്യാൻ പോവാ. നിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്തേക്കാവുന്ന ഒരു തെറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാ. നിന്റെ ജീവിതം പോലും മാറി മറിഞ്ഞു പോവും. അത്രയും വലിയൊരു സഹായം ഞാൻ ചെയ്യുമ്പോ തിരിച്ചിങ്ങോട്ടും അതുപോലൊരു സഹായം വേണ്ടേടി. എന്നാ പറയുന്നു? നീ എന്നെ നോക്കി ധരിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ശിവേട്ടൻ പോകുന്നതിന് മുമ്പ് അവരെ രണ്ടുപേരെയും കടപ്പാട്ടൂർ കൊണ്ടുവിടും. അവർക്ക് പോവാൻ മനസ്സിലാത്ത പോലെ. അത് കമലെടുത്ത് മനസ്സുവെച്ചാ. നീ എവിടെ പോവാ? എടാ ഹരി, എന്താണ് പ്രശ്നം? അവളെ തന്നെ ഓടിയത്. അത് വെറുതെ ഒരു തമാശ. തമാശയോ? കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. ഒന്നുമില്ലെന്നേ, അവന്റെ ഫോൺ എടുത്തോണ്ട് ഓടി. നാണല്ലോ നിനക്കൊക്കെ? പ്രായത്രേ കുട്ടികളി. ഫോൺ എടുത്തോണ്ട് ഓടിയാ നീ എന്നാത്തിനാ പുറകെ ഓടുന്നേ? നിന്റെ ഫോണിന് സ്ക്രീൻ ലോക്ക് ഇല്ലേ? അതുകൊണ്ട് അവള് തിരിച്ചുകൊണ്ടൊന്നും തരത്തില്ലേ? തുറക്കാൻ പറ്റാത്ത ഫോൺ അവൾക്ക് എന്നാത്തിനാ? അത് ശരിയാ. ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. വെറുതെ ഓരോ അവന്റെ ഫോൺ എടുത്തോണ്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ അവക്ക്? വാടാ പട്ടി, ഇന്ന നിന്റെ ഫോൺ കേറി വാടാ. ഇവിടെ ഇങ്ങനെ അവരെ താമസിപ്പിച്ച നമുക്ക് അവരുടെ കാര്യം ഉത്തരവാദിത്തോടെ നോക്കാൻ പറ്റത്തില്ല. നമ്മുടെ മക്കളെ ശാസിക്കുന്ന പോലെയും ശിക്ഷിക്കുന്ന പോലെയും അവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ പറ്റത്തില്ല. അത് അവർക്ക് ഫീൽ ചെയ്യും. അതങ്ങനെ വരത്തുള്ളൂ. കൊണ്ടുവിട്ട് ബാധ്യത ഒഴിവാക്കുന്ന ശിവേട്ടൻ നല്ലത്. ഞാൻ പറയുന്നത് അവര് തോന്നിയാസം നടക്കട്ടെ എന്നാ. മക്കള് രണ്ടും പിഴച്ചു പോയി കഴിയുമ്പോ ബാലേന്ദ്രൻ പഠിച്ചോളും. ഓ, നീ അവരെ പഴപ്പിക്കാൻ നിർത്തിയിരിക്കാണ് അവിടെ. നീ അവള് കൊള്ളാലോ. എന്താടാ ഹരി? ഒന്നുമില്ല. നിന്റെ ഫോൺ കിട്ടിയില്ലേ? പിന്നെ എവിടെ പോയി? ഹരി, എന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അടുക്കളയിലോട്ട് നീ എന്നത്തിനടി പോയത്? നിന്നോടല്ലേ ബബിത ചോദിച്ചേ? അവള് ധിക്കാരം കണ്ടോ? ഇതല്ലേ കമലെടുത്ത് ഉദ്ദേശിച്ചത്? തോന്നിയാസം. എന്തോ പ്രശ്നം ഉണ്ടല്ലോ രാജീവേ. നമ്മളോട് പറയാത്ത പ്രോബ്ലം അവര് തന്നെ പരിഹരിച്ചോളൂ. പക്ഷെ ശിവേട്ട ഇതിവിടെ ശരിയാവത്തില്ല. എടാ, ഞാനെല്ലാവരും വിളിച്ചോണ്ട് വന്നേ. ഞാൻ തന്നെ കൊണ്ടുവിടാന്ന് പറയുമ്പോ അവര് ചോദിക്കും പിന്നെ എന്തിനാ വിളിച്ചോണ്ട് പോകുന്നതെന്ന്. എന്നാ ചെയ്യാനാണെന്ന് പറ. കമലെടുത്തി കൊണ്ടുവിടാൻ പറ്റും. എന്നെ ചൂലിന് അടിച്ചിറക്കിയ വീടാ അത്. അവിടെ കാല് കുത്തണമെങ്കിലേ കമലയെടുത്തിയേ ഒരു ജന്മം കൂടി ജനിക്കണം രാജീവേ. കമലെടുത്തേക്ക് ആ പിള്ളേർ നന്നാവണമെന്ന് അശേഷം താല്പര്യമില്ല. അവര് നശിച്ചു പോകുന്ന കമലെടുത്തേക്ക് സന്തോഷം. അപ്പൊ ആദ്യം തന്നെ പാഠം പഠിപ്പിക്കാലോ. പക്ഷെ നമ്മുടെ പെങ്ങടെ മക്കളെ ശിവേട്ട അത് മറക്കരുത്. പക്ഷെ കമലയ്ക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. അവരെ കൺട്രോൾ ചെയ്യേണ്ട ആരാ? കമലെടുത്തി. ബബിതയൊക്കെ തോന്നുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, തോന്നുമ്പോ കയറി വരും. നീ എവിടെ പോയതാണെന്ന് കമലെടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അഴിച്ചു വിട്ടിരിക്കുന്ന പോലെ. അതൊന്നും പറ്റത്തില്ല ശിവേട്ട. അവരെ നിയന്ത്രിക്കാൻ ആള് വേണം. ഇല്ലെങ്കിൽ വഴിതെറ്റി പോകും. കടപ്പാട്ടൂർ കൊണ്ടുവിട്ട അലീനെ നോക്കിക്കോളൂ. അവളെ അനുസരിക്കവര്. അതൊക്കെ അവള് കൈകാര്യം ചെയ്തു. അവളുടെ കൂടെ പുറപ്പെടുകയല്ലേ ശിവേട്ട. ചായ മേക്കപ്പ് കൂടുതലാണോ? വളരെ കൂടുതലാ. ലിപ്സ്റ്റിക്, ക്രീം, പൗഡർ, കൺമഷി എല്ലാം കൂടുതൽ. പ്രായം മറന്ന് മേക്കപ്പ് ചെയ്യരുത്. ഞാൻ പോയി ശരിയാക്കിട്ട് വരാം. പോയിട്ടോ? എപ്പോഴാ പോന്നെ? ആര്? നീ ഇതുവരെ റെഡി ആയില്ലേ? ഞങ്ങള് പോയിട്ട് വന്നു. എവിടെ പോയിട്ട് വന്നു? പോയി ഡ്രസ് ചെയ്തിട്ട് വാ. സമയമില്ലെന്ന്. ദാ വന്നു. എനിക്കൊരു 5 മിനിറ്റ് മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ മാമച്ചായ, ഉം. നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ അവളോട് പറഞ്ഞേക്കല്ലേ നമ്മൾ അങ്ങോട്ടാ പോകുന്നതെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുള്ളത്. കിളിമാനോട് തന്നെ സ്ഥലപ്പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. അതെ, ആ രമേശൻ നായരോട് കൂടി പറഞ്ഞേക്കണം. അയാളും വീട്ടുകാരും രേവതി കുട്ടിയും തമ്മിലുള്ള ബന്ധമൊന്നും പറയരുത്. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ കാണുന്നു, തിരിച്ചു വരും, മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ വിളിച്ചു പറ. അതെ, പുറത്തോട്ട് ഇറങ്ങി വിളിച്ചോ. അവളെ കേൾക്കണം. രേവതി കുട്ടിയെ, മോളെ രേവതി. വരുന്നേ. ഈ പെങ്കൊച്ചിനോട് എത്ര നേരം കൊണ്ട് പറഞ്ഞതാ. അയ്യോ, പതുക്കെ സൂക്ഷിച്ച്. ശരിയാ, ഇവിടെ വന്നപ്പം കൊഞ്ച് പോലെ ഇരുന്നതാ. ഇന്നതാ തീറ്റയല്ലേ, വെട്ടി വിഴുങ്ങുമല്ലേ. പോളി, അതാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടെ വളർത്തി എന്നെ ഒരു തരുണിമണിയാക്കി. ഇങ്ങനെ പോയാ ആകെ ഉടനെ. അല്ല, നമ്മളെങ്ങോട്ടാ പോന്നെ? ഏതൊരു വെഞ്ഞാറം. അതെവിടെയാ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സുരാജ് വെഞ്ഞാറമ്മോട്. ഒന്ന് ഇറങ്ങു വെച്ചേ, സമയം പോകുന്നു. ദേ മാമച്ചനോടെ പുറത്തിറങ്ങി കാത്തു നിൽക്കുക. വന്നേ. ഒരു വീട്ടില് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോണ്ടേ? ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവല്ലേ? ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാം. ഫ്രൂട്ട്സ് മതി. ഓറഞ്ച്, ആപ്പിള്, മുന്തിരി. ദേ അവിടെ ഒരു കട, അവിടുന്ന് വാങ്ങാം. ഇവിടെ മതി. പാവളെ സൂക്ഷിച്ച്. ആപ്പിളും ഓറഞ്ചും മുന്തിരിണ്ടാ. ശരി ആന്റി. വീട് തെറ്റിയൊന്നൊരു സംശയം. ഇവിടെ ചോദിച്ചറിയാലോ. ആരെ കാണാനാ? ആരാ? ഇവിടെ ഒരു രോഗിയില്ലേ, കാണാൻ വേണ്ടിട്ട് വന്നാ. ആണോ? ജയപ്രസാദിന്റെ ആരാ? അച്ഛനുമായിട്ട് എനിക്ക് പരിചയം. അവര് അപ്സ്റ്റേറില്ല, കേറുവാ. ഇവരൊക്കെ ആരാടി? ജയപ്രസാദിനെ കാണാനാ വന്നെ. എവിടെ നിന്ന് വരുവാ? പാലാരിവട്ടം. അതൊക്കെ കൊച്ചിയിലല്ലേ? എറണാകുളം.
ഇതിന് മുകളിലോട്ട് കയറിയാൽ മതി. ആ ശരി, താങ്ക്സ്. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല? ഞാൻ ജയപ്രസാദിന്റെ വൈഫ് ശൈലജ. ഇവർ രണ്ടുപേരും എന്റെ ബ്രദേഴ്സാ. മറ്റേ ആള് ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പൊ ഈ രമേശ് നായര്? അച്ഛൻ മുകളിലുണ്ട്. ആ എന്റെ ഫാദറിലായ. ആ, അറിയാം, പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് ചെന്നോട്ടെ. വാ. ശൈലജ, എറണാകുളത്ത് നിന്ന് എന്റെ കെട്ടിയവനാരാ ഫ്രണ്ട്സ്? ആ ജയപ്രസാദിന്റെ ഫ്രണ്ട് ഒന്നുമല്ല, കിഴവന്റെ തോന്നുന്നു. റിലേറ്റീവ് ആരെങ്കിലും ആണോ? അച്ഛൻ എറണാകുളത്ത് റിലേറ്റീവ്സ് ഉള്ളതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. നീ ഇരിക്ക്. ദേ, കഴിഞ്ഞ കളിയുടെ 1000 രൂപ നീ ഇട്ടിട്ടില്ല. ഇപ്പൊ ചെയ്താ പോരെ. ആ ചെയ്യണം, മറക്കരുത്. വാട്സപ്പിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫോണിലോട്ട് വാട്സപ്പിന്റെ ബാക്കപ്പ് എടുക്കുമ്പോ എല്ലാം ഇങ്ങ് വരും. ഓർക്കണം, തെറ്റുപറ്റിപ്പോയി, തിരുത്താൻ പറ്റിയില്ല, സമയവും കടന്നുപോയി.